നായകനായിട്ട് വന്ന മാത്യുവിനെ അമ്മാതിരി രീതിക്ക് അണ്ണാക്കി കൊടുത്ത ഒരു പരിപാടിയായി പോയി. കാര്യം പുള്ളി നായകനായ പടത്തിൽ സൈഡായി വന്ന നടനാണ് നെസ്ലൻ. പക്ഷേ നെസ്ലന് അതേ നായകനെ പിടിച്ച് അതിൽ ഏറ്റവും ഒരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് സൈഡിനെ പിടിച്ച് നായകനാക്കി അതൊരു പക്ക മാസമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. എനിക്ക് എന്തിരിക്കുന്നു 6-7 തവണയെ കാണാനായിട്ട്. ഒരു തവണ പോലും എനിക്ക് കണ്ടിട്ട് ഓക്കെ ഒറ്റ തവണ കാണാൻ കൊള്ളാം. ഒരു മൂവി കണ്ടിട്ട് ഞാൻ അധികം ചിരിച്ചിട്ടില്ല. എനിക്ക് തുണ്ടെന്ന് പറയുന്നൊരു മൂവി കണ്ട് നല്ല രീതിക്ക് ഓർത്ത് ചിരിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ഒരു സ്ഥലത്തും എനിക്ക് ചിരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അതിൽ ഒരിക്കൽ പോലും ചിരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ചൊരു നോർമൽ പടമാണ് പ്രേമലു. ഗിരീഷ് ഷേഡി എന്ന് പറയുന്ന പുള്ളിയുടെ തണ്ണീർമർത്തൻ അല്ലേ, തണ്ണീർമത്തൻ, സൂപ്പർ ശരണ്യ എന്നീ എല്ലാ മൂവീസും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ പുള്ളിയുടെ എനിക്ക് ഏറ്റവും ഒരു നോർമൽ പടമായിട്ട് തോന്നിയൊരു പടം ഈ പ്രേമലു ആണ്. അതൊക്കെ വെച്ച് തണ്ണീർമത്തൻ ദിനങ്ങളുടെ സിനിമയൊക്കെ നല്ല രീതിക്ക് ചിരിച്ച് കണ്ട ഒരു മൂവിയാണ്. നമ്മുടെ നെസ്ലിനെ കാട്ടി എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ശ്യാം മോഹൻ എന്ന് പറഞ്ഞ അതിൽ പുതിയൊരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു പുള്ളി ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിലൂടെ എന്തായാലും പുള്ളി വേറെ ലെവലാണ്. കാര്യം എനിക്ക് പക്കാ നാച്ചുറലായിട്ട് അഭിനയം തോന്നിയത് ശ്യാം മോഹൻ്റെയാണ്. പുള്ളിക്കൊരു ഭാവി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. വേറെയായിട്ടൊന്നും തോന്നിയില്ല. നസ്ലിൻ അന്ന് ചെയ്ത് എന്താണോ അത് തന്നെ എപ്പോഴും ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം നസ്ലിൻ ആണെങ്കിലും മാത്യു ആണെങ്കിലും എല്ലാം ഒരു പാറ്റേൺ തന്നെ. പക്ഷേ എന്താ ഒരു പുതുമയില്ല, ഒരു പടത്തിൽ ഒരു പുതുമയില്ല. ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ എന്നെപ്പോലെ ഒരു പയ്യൻ സെറ്റാണ്, എന്താണോ ആ രീതിയെ എനിക്കത് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ക്യാരക്ടറിന് നമ്മളിപ്പോൾ ഒരു കഥാപാത്രമാവുമ്പോൾ നമ്മൾ കഥാപാത്രത്തെ പോലെ മാറി നമ്മൾ അഭിനയിക്കണം. പക്ഷേ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ പടം നോക്കിയാലും പുള്ളി എങ്ങനെയാണോ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഒരു വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, അതിപ്പോൾ നെസ്ലിൻ ഉള്ളത് കൊണ്ടാണ് ഈ പടം ഹിറ്റായെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അതിലെ ഡയറക്ടറും അതിലെ റൈറ്ററും അവരുള്ളത് കൊണ്ടാണ് ഈ ഒരു സിനിമ പിറന്നതും അതേപോലെ അവർക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയതും. ഇങ്ങനെ ഒരു തിരക്കഥ പോലും ഇല്ലായിരുന്നെങ്കിൽ അവർ നെസ്ലിനും മാത്യു ഒക്കെ ആയിട്ട് അവിടെ തന്നെ ഇരുന്നേനെ. അതിലൊന്നും വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, നസ്ലിൻ്റെ ഒരു സാധാരണ നോർമലായിട്ടുള്ള ഒരു അഭിനയമാണ്. അല്ലാതെ എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല. അതൊരു പക്ക നോർമൽ പടം. എനിക്ക് എന്തിനാണ് 2-3 പ്രാവശ്യമൊക്കെ പോയി കണ്ട് പൈസ കളയുന്നത് വെറുതെ? ഒരു തവണ കാണാൻ കൊള്ളാം. നമുക്ക് എല്ലാം മറന്ന് ജസ്റ്റ് ഒരു ഫീലിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവി. അല്ലാതെ ആ ഒരു സിനിമ വഴി ഒരു നല്ല മെസ്സേജ് പോലും അല്ല കൊടുക്കുന്നത്. നോർമലി സംഭവിക്കാത്തൊരു കാര്യം അതിൽ സംഭവിപ്പിച്ച് കൊടുത്തേക്കുന്നത്. മൂവിയായിട്ട് പോയി കാണാം. അല്ലാതെ ഇത്രയും കൊടുത്ത ബിൽഡപ്പ് ഒന്നും ആ പടത്തിനില്ല. ഇല്ല, പൊട്ടിച്ചിരി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഈ പടം. സ്ഥലത്തും എനിക്ക് സത്യത്തിൽ ചിരിക്കാൻ തോന്നിയില്ല. അതൊക്കെ വെച്ച് ഞാൻ പറഞ്ഞില്ല, തുണ്ടെന്ന് പറയുന്ന ഒരു പടം കണ്ടിട്ട് എനിക്ക് 8-9 ഭാഗത്ത് ഞാൻ അറിയാതെ ചിരിച്ചു പോയി. അവിടെയാണ് ഒരു കഥ ഒരു പടത്തിനൊരു ഇത് വരുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് ആകെ 2 സ്ഥലത്തേ ചിരിക്കാൻ തോന്നിയുള്ളൂ. അപ്പോഴത്തേക്ക് എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്കൊരു ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റും.